നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അതായത് ഒരു ഒന്നാം കൃതി പോളിനോമിയലിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക എന്ന് പഠിച്ചല്ലേ. നമുക്കറിയാം അതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് ഏത് പോളിനോമിയലാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ടാവും, ആ ഗ്രാഫ് വെച്ചുകൊണ്ട് ഏത് പോളിനോമിയലിൻ്റെ ഗ്രാഫാണ് ഇത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 216 നമ്മൾ അതിലൊന്നാമത്തെ ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ചെയ്ത് നിർത്തിയത്. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. അതിൽ നമുക്ക് ആദ്യം ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ, ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ആ ഗ്രാഫ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടാലറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏത് പോളിനോമിയലാണ് ഇതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അതായത് ഒന്നാം കൃതിയിലുള്ള പോളിനോമിയലിൻ്റെ അതിൻ്റെ പൊതുരൂപം എന്താണ്, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം അല്ലേ, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇതാണ് അതിൻ്റെ പൊതുവായ രൂപം. അപ്പോൾ നമുക്കിവിടെ പോളിനോമിയൽ ഏതാണെന്ന് കണ്ടുപിടിക്കൽ നമുക്ക് എന്ത് വേണം, എയുടെ വാല്യൂ അറിയണം അല്ലേ, എയും അറിയണം, നമുക്ക് ബിയും അറിയണം അല്ലേ. അപ്പോൾ എയുടെ വാല്യൂവും ബിൻ്റെ വാല്യൂവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോളിനോമിയൽ എഴുതാം. ഇനി നമ്മൾ ഈ ഗ്രാഫിലേക്ക് ഒന്ന് നോക്കിയേ. നമുക്കറിയാം ഇതാണ് പി ഓഫ് എക്സ് അല്ലേ, പി ഓഫ് എക്സിൻ്റെ ഗ്രാഫാണ് ഈ പോകുന്നത്. ഈ ഗ്രാഫിന് നോക്കിയേ, ഇത് നമുക്കറിയാം ഇത് എക്സിൻ്റെ വിലയാണ് അല്ലേ. അപ്പോൾ എക്സിന് ഏത് വില വരുമ്പോഴാണ് ഇതിനിപ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ എക്സിന് നോക്കിയേ 1 വാല്യൂ വരുന്നുണ്ട് അല്ലേ, 1 വരുന്നുണ്ട്, ഒന്നിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട് അല്ലേ. അതായത് 1 വാല്യൂ വരുന്നുണ്ട്. അതെപ്പോഴാണ്, എക്സിന് 0 വരുമ്പോഴാണ് അല്ലേ. എക്സിന് ഇതാണ് എക്സിൻ്റെ വാല്യൂ. ഇപ്പം എക്സിന് 0 വരുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വില 1 കിട്ടുന്നു. എക്സിന് 0 കൊടുക്കുമ്പോൾ അല്ലേ, അതായത് പി ഓഫ് 0, എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 1 വാല്യൂ കിട്ടുന്നു അല്ലേ. അതായത് പി ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, ഫ്രം ദി ഗ്രാഫ്. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, ഫ്രം ദി ഗ്രാഫ്, ഗ്രാഫിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. അതായത് പി ഓഫ് എക്സിന് നോക്കിയാൽ പി ഓഫ് എക്സിന് നമുക്ക് 1 വാല്യൂ കിട്ടുന്നു. എവിടെ വെച്ചിട്ട്, ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ 1 കിട്ടുന്നു. അതാണ് നാം എഴുതിയത്. ഇനി പി ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ പി ഓഫ് 0 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഈ എക്സിന് പകരം 1 കൊടുക്കും, 0 കൊടുക്കും അല്ലേ. അതായത് എ ഇൻറ്റു എക്സിന് പകരം 0 അല്ലേ, എ ഇൻറ്റു 0 പ്ലസ് ബി, അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് 1. എ ഇൻറ്റു 0 0, 0 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1, അതായത് ബി ഈസ് ഈക്വൽ ടു 1 തന്നെ അല്ലേ. അപ്പോൾ നമുക്കിവിടെ ബിയുടെ വാല്യൂ കിട്ടി 1. ഇനി പി ഓഫ് എക്സിന് വേറെ ഏത് വാല്യൂ നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ പറ്റുമെന്ന് നോക്കിയാൽ, ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നമുക്ക് 3 വാല്യൂ വരുന്നുണ്ട് അല്ലേ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ചാൽ നോക്കിയാൽ 3 വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 3 വാല്യൂ എപ്പോഴാണ് കിട്ടുന്നത്, പി ഓഫ് എക്സിന് 3 കിട്ടുന്നത് എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ അല്ലേ. അപ്പോൾ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയ പോലെ തന്നെ പി ഓഫ് എക്സിന് എന്ത് കൊടുക്കുമ്പോൾ 1 കൊടുക്കുമ്പോൾ അല്ലേ. അപ്പോൾ പി ഓഫ് 1 സീക്വൽ ടു, അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വില 3 കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളങ്ങനെ പി ഓഫ് 1 കാണാൻ എങ്ങനെയാണ്, എക്സിന് പകരം 1 കൊടുക്കും അല്ലേ. അതായത് എ ഇൻറ്റു 1 പ്ലസ് ബി സീക്വൽ ടു 3. എ ഇൻറ്റു 1 എ പ്ലസ് ബി സീക്വൽ ടു 3. ഇവിടെ നോക്കിയാൽ നമുക്ക് ബിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ, 1 ആണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ബിയുടെ വാല്യൂ കൊടുക്കാം. അപ്പോൾ എ പ്ലസ് 1 സീക്വൽ ടു 3. അപ്പോൾ എന്ത് വരും, എ സീക്വൽ ടു 3 മൈനസ് 1 സീക്വൽ ടു 2. ഇവിടെ നമുക്ക് എയുടെ വാല്യൂ കിട്ടി 2. അപ്പോൾ എയും ബിയും കിട്ടിയില്ലേ. ഇനി നമുക്ക് പോളിനോമിയൽ ഏതെന്ന് എഴുതാലോ. അതായത് പോളിനോമിയൽ പി ഓഫ് എക്സ്, പോളിനോമിയൽ എന്ത് വരും, എക്ക് 2 എന്ന് വാല്യൂ കൊടുക്കുക അല്ലേ. എ 2 ആണ്. അപ്പോൾ 2x, എ എക്സ് എന്നുള്ളതിന് പകരം 2x പ്ലസ് ബിയുടെ വാല്യൂ 1. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. അപ്പോൾ നമുക്കിവിടെ ഏത് വാല്യൂ വേണമെങ്കിൽ നമുക്ക് ഏതാണ് എടുക്കാൻ എളുപ്പം ആ വാല്യൂ നമുക്ക് എടുക്കാം. ഇപ്പോൾ 2 അല്ലേ, ഇപ്പോൾ 2 വാല്യൂ വരുന്നുണ്ട് ഇവിടെ, ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ വരുന്നുണ്ട്. അതെപ്പോഴാണ്, എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ്, നമ്മൾ ഗ്രാഫിൽ തന്നെ കാണാം, ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം. ഗ്രാഫിൽ നോക്കിയാൽ ഈ പോയിന്റിൽ വെച്ചിട്ട് ഇതിന് 2 വാല്യൂ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതേതാണ് പോയിന്റ്, ഇത് 0 ഇത് 1. അപ്പോൾ അതായത് ഇത് ഹാഫ് അല്ലേ.
അപ്പോൾ ഹാഫ് കൊടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് പി ഓഫ് ഹാഫ് അല്ലേ, പി ഓഫ് ഹാഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 2 വാല്യൂ കിട്ടുന്നുണ്ട്, 2. അപ്പോൾ ഹാഫ് എങ്ങനെ കൊടുക്കുക, എക്സിൻ്റെ പകരം ഹാഫ് കൊടുക്കുക അല്ലേ, ഇവിടെ ചെയ്ത പോലെ തന്നെ. അതായത് എ ഇൻറ്റു ഹാഫ് 1/2 പ്ലസ് ബി സീക്വൽ ടു 2. അതായത് എ ഇൻറ്റു 1/2, അതായത് a/2 പ്ലസ് ബി അല്ലേ സീക്വൽ ടു 2. ഇനി a/2 പ്ലസ് ബിയുടെ വാല്യൂ നമുക്കറിയാം 1 ആണെന്നറിയാം അല്ലേ, 1 സീക്വൽ ടു 2. അപ്പോൾ അതിൽ നിന്ന് a/2ൻ്റെ വാല്യൂ എത്ര കിട്ടും, a/2 സീക്വൽ ടു 2 ഈ ഒന്നും അങ്ങോട്ട് പോകുമ്പോൾ -1, അതായത് 1. അപ്പോൾ a ഈസ് ഈക്വൽ ടു a/2 1 a ഈസ് ഈക്വൽ ടു വരും 2 ഇൻറ്റു 1 അല്ലേ, 2 ഇൻറ്റു 1 സീക്വൽ ടു 2. കണ്ടോ, ഇപ്പോഴും നമുക്ക് 2 തന്നെ കിട്ടി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാല്യൂ എടുക്കാനാണ് എളുപ്പം ആ വാല്യൂ നമുക്ക് എടുക്കാം. മനസ്സിലായോ? ഇത് ഞാനിപ്പോൾ അതൊന്ന് കാണിച്ചു തന്നു മാത്രം. ഇനി നമുക്കിതിൽ രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ഗ്രാഫാണ് ഈ തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ പോളിനോമിയൽ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ നമുക്ക് എന്താണ് പോളിനോമിയലിൻ്റെ പൊതുരൂപം എന്താണ്, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു AX പ്ലസ് ബി അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫ് ഏത് പോളിനോമിയലിൻ്റെതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി ഗ്രാഫിലേക്ക് നോക്കിയേ. നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് ഇത് പി ഓഫ് എക്സ് അല്ലേ, അതിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഏത് വാല്യൂ കിട്ടും നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്ന വാല്യൂകൾ നമുക്ക് നോക്കാം. അപ്പോൾ പി ഓഫ് എക്സിന് 0 വാല്യൂ വരുന്നുണ്ട്. അത് എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ്, ഇതാണ് എക്സിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സും നോക്കിയേ ഇല്ലേ, അതും 0 ആകുന്നു. അപ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി, പി ഓഫ് 0 അല്ലേ. അതായത് എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂവും 0 തന്നെയാണ്. അപ്പോൾ നമുക്ക് പി ഓഫ് 0 ഇസ് ഈക്വൽ ടു 0. ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് പി ഓഫ് 0 അപ്പോൾ നമ്മൾ എക്സിന് പകരം 0 കൊടുക്കും അല്ലേ. അപ്പോൾ എ ഇൻറ്റു 0 പ്ലസ് ബി സീക്വൽ ടു 0. എ ഇൻറ്റു 0 0 പ്ലസ് ബി സീക്വൽ ടു 0. ബി സീക്വൽ ടു 0 തന്നെ അല്ലേ. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി 0. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോയിന്റ് നോക്കിയാൽ ഈ ലൈൻ നോക്കിയാൽ വേണമെങ്കിൽ 1 അല്ലേ. 1 ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, ഇങ്ങനെ മുട്ടിച്ചു കഴിഞ്ഞാൽ ഹാഫ് അല്ലേ, ഹാഫ് വാല്യൂ കൊടുക്കുമ്പോൾ 1 കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നോക്കിയാൽ 2, കുറച്ചും കൂടി എളുപ്പം നോക്കിയാൽ 2 കിട്ടുന്നുണ്ട്. എപ്പോഴാണ് 2 കിട്ടുന്നത്, 1 കൊടുക്കുമ്പോൾ അല്ലേ. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 2 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ അതായത് പി ഓഫ് 1 കൊടുക്കുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് നമുക്ക്, ഇവിടെ വാല്യൂ 2. അപ്പോൾ നമുക്ക് പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 1 കൊടുക്കും അല്ലേ. അതായത് എ ഇൻറ്റു 1 പ്ലസ് ബി സീക്വൽ ടു 2. എ ഇൻറ്റു 1 എ പ്ലസ് ബി സീക്വൽ ടു 2 അല്ലേ. ഇവിടെ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ 0. അതുകൊണ്ട് എ പ്ലസ് 0 സീക്വൽ ടു 2. അപ്പോൾ എ സീക്വൽ എന്ത് വരും, 2 മൈനസ് 0 അല്ലേ. 2 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നമുക്കിവിടെ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി അല്ലേ. അപ്പോൾ ആയതുകൊണ്ട് പോളിനോമിയൽ എന്ത് വരും, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു AX പ്ലസ് ബി. എയുടെ വാല്യൂ എത്രയാണ് 2. അപ്പോൾ 2x പ്ലസ് ബിയുടെ വാല്യൂ 0. അതായത് പി ഓഫ് എക്സ് സീക്വൽ ടു 2x. അപ്പോൾ അത് ഓക്കെ ആയില്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള മൂന്നാമത്തെ ഗ്രാഫ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പോളിനോമിയൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത അതേ രൂപത്തിൽ തന്നെ ആദ്യം എന്താണ്, ഇത് സ്ട്രേറ്റ് ലൈൻ ആണ് അല്ലേ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അതുകൊണ്ട് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു AX പ്ലസ് ബി. ഇനി നമ്മൾ ഫിഗറിൽ നോക്കിയേ, ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ് അല്ലേ. -2 വാല്യൂ വരുന്നുണ്ട് പി ഓഫ് എക്സിന്. അതെപ്പോഴാണ്, നമ്മുടെ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 അല്ലേ. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, പി ഓഫ് എക്സ് -2 അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. അപ്പോൾ പി ഓഫ് 0 എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്, -2. അപ്പോൾ നമുക്കിവിടെ 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ എന്ത് വരും, എ ഇൻറ്റു 0 പ്ലസ് ബി സീക്വൽ ടു -2. എ ഇൻറ്റു 0 0 പ്ലസ് ബി സീക്വൽ ടു -2. അതായത് ബി സീക്വൽ ടു -2.
ഇനി നോക്കിയേ, എക്സിന്റെ വില 2 വരുമ്പോൾ ഈ പി ഓഫ് എക്സിന്റെ വില എത്രയാണ് വരുന്നത്? 0 അല്ലേ? ഇവിടെ നോക്കിയേ 0. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് 2 സീക്വൽ ടു നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0. അതല്ലെങ്കിൽ നോക്കിയാൽ ഇങ്ങനെ മുട്ടിച്ച് നോക്കാം. നോക്കിയാൽ ഈ പോയിന്റ് ഇവിടെ മുട്ടിക്കുക, ഇതിങ്ങനെ മുട്ടിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നുണ്ട്? പി ഓഫ് എക്സിന് -1 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ അല്ലേ? അപ്പോൾ അത് എഴുതാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കുക. അപ്പോൾ പി ഓഫ് 2 അല്ലേ? അപ്പോൾ എക്സിന് വാല്യൂ 2 കൊടുത്തു നോക്കിയാൽ എ ഇൻറ്റു 2 പ്ലസ് ബി സീക്വൽ ടു 0. എ ഇൻറ്റു 2a പ്ലസ് ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? -2 അല്ലേ? അപ്പോൾ -2 സീക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2a സീക്വൽ ടു എന്ത് വരും? ഈ -2 അപ്പുറത്ത് പോകും അല്ലേ? അപ്പുറത്ത് പോകുമ്പോൾ +2. അപ്പോൾ അതിൽ നിന്ന് എയുടെ വാല്യൂ എന്ത് വരും? a സീക്വൽ ടു 2a/2 സീക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി, ഇവിടെ നമുക്ക് എയുടെ വാല്യൂയും കിട്ടി അല്ലേ? ഇനി പോളിനോമിയൽ നമുക്ക് എഴുതാലോ. പി ഓഫ് എക്സ് ഈസിക്കൽ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസിക്കൽ ടു എ എക്സ്, അതായത് ഒരെക്സ് അല്ലേ? ഇവിടെ ഒന്നാണ് ഒരെക്സ് പ്ലസ് ബിയുടെ വാല്യൂ എത്രയാണ്? -2 കണ്ടോ? അപ്പോൾ അവിടെ -2 ശ്രദ്ധിക്കുക, -2. അപ്പോൾ എന്ത് വരും നോക്കിയാൽ എക്സ് പ്ലസ് -2 അല്ലേ? ഒരു പ്ലസ് മൈനസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ മൈനസ്, അപ്പോൾ എക്സ് -2. അപ്പോൾ പി ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് -2. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലെ കുറിച്ചാണ് അല്ലേ? അതായത് 1ാം കൃതിയിലുള്ള പോളിനോമിയലിൻ്റെ ഗ്രാഫുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫുകൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ രൂപം എന്താണ്? പി ഓഫ് എക്സ് ഈസിക്കൽ ടു, നമ്മൾ പോളിനോമിയൽ എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ? ax² പ്ലസ് bx പ്ലസ് c അല്ലേ? ഇതാണ് സാമാന്യ രൂപം, പൊതുരൂപം. അപ്പോൾ നമുക്കറിയാം ഇത്രയും കാര്യങ്ങളില്ലെങ്കിലും എന്താണ്, അത് ഒരു പോളിനോമിയൽ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതിൽ മിനിമം ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വേണ്ട മിനിമം എത്രമാത്രം ഉണ്ടായാൽ മതി? എന്തൊക്കെ ഉണ്ടായാൽ മതി? ഈ ax² മാത്രം ഉണ്ടായാലും മതി അല്ലേ? അതായത് ഇപ്പോൾ എക്ക് 1 കൊടുക്കുകയാണെങ്കിൽ എന്തായി മാറും? അത് x² മാത്രമേ മാറി അല്ലേ? അപ്പോൾ അതും ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ്. അതായത് ഏറ്റവും സിമ്പിളായ ഒരു പോളിനോമിയൽ ഏതാണ് സെക്കൻഡ് ഡിഗ്രിയിലുള്ളത്? പി ഓഫ് എക്സ് ഈസിക്കൽ ടു x². അതായത് എക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഈസിക്കൽ ടു x² അല്ലേ? അപ്പോൾ ഇതാണ് ഏറ്റവും ലളിതമായ ഒരു പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രിയിലുള്ള പോളിനോമിയൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ ഫസ്റ്റ് ഡിഗ്രി ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിന് 0 തൊട്ടുള്ള കുറച്ച് വാല്യൂകൾ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കിയാൽ പി ഓഫ് 0 കൊടുത്തു സീക്വൽ ടു എന്ത് വരും? x² അല്ലേ? പി ഓഫ് എക്സ് ഈസിക്കൽ ടു x², അതായത് 0ന്റെ സ്ക്വയർ, 0² ഈസ് ഈക്വൽ ടു 0. ഇനി പി ഓഫ് 1 കൊടുത്തു, അപ്പോൾ എന്ത് വരും? 1² സീക്വൽ ടു 1. ഇനി പി ഓഫ് 2 കൊടുത്തു, അപ്പോൾ എന്ത് വരും? 2² ഈസ് ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4. ഇനി പി ഓഫ് 3 അതും കൂടി കിടന്നോട്ടെ, സീക്വൽ ടു 3ന്റെ സ്ക്വയർ സീക്വൽ ടു 9. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെഗറ്റീവ് വാല്യൂ കൂടി കൊടുത്തു നോക്കാം അല്ലേ? അപ്പോൾ പി ഓഫ് -1 സീക്വൽ ടു എന്ത് വരും? -1ന്റെ സ്ക്വയർ അല്ലേ? -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ +1. ഇനി പി ഓഫ് -2 എന്ത് വരും? -2ന്റെ സ്ക്വയർ -2ന്റെ സ്ക്വയർ അല്ലേ? സീക്വൽ ടു 4. ഇനി വേണമെങ്കിൽ പി ഓഫ് -3 എന്ത് വരും? -3ന്റെ സ്ക്വയർ അല്ലേ? അതായത് 9. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു കള്ളി വരച്ചിട്ട് അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കള്ളി വരച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ട് എഴുതാം. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ എക്സിനെ കൊടുത്ത വാല്യൂകൾ അല്ലേ? എക്സിന് നമുക്ക് -3 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് നമുക്ക് എന്ത് കിട്ടി? 9 കിട്ടി. -2 കൊടുത്തപ്പോൾ 4 കിട്ടി. -1 കൊടുത്തപ്പോൾ 0, 0ക്ക് 0, 1ന് 1 അല്ലേ? പിന്നെ 2ന് 4, 3ന് 9. ഞാനൊരു ചെറിയ കള്ളി വരച്ചിട്ട് അത് എഴുതി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. ഇത് നമുക്ക് ഇതിൽ വരയ്ക്കൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ അതാ ഒരു ഗ്രാഫ് പേപ്പർ എടുത്ത് എന്നിട്ട് നോക്കിയാൽ നമ്മൾ നേരത്തെ എഴുതിയ കള്ളികളൊക്കെ ഇതിലേക്ക് വരച്ചു അല്ലേ? ഇനി നമ്മൾ എന്ത് വേണം? നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ ഓരോ പോയിന്റുകൾ നമുക്കിതിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നോക്കിയാൽ -3 എക്സിന് -3 കൊടുക്കുമ്പോൾ നമുക്ക് പി ഓഫ് എക്സ് 9 കിട്ടും അല്ലേ? അപ്പോൾ എക്സിന് -3 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എത്ര കിട്ടും? 9 കിട്ടും. അപ്പോൾ 9 ഇവിടെയാണ്. അപ്പോൾ -3 ഈ പോയിന്റ്
ക്ലിയർ ആയില്ലേ? ഇനി -2 കൊടുക്കുമ്പോൾ 4, -2 കൊടുക്കുമ്പോൾ 4 ഇവിടെ അല്ലേ? അപ്പോൾ -2 4 ഈ പോയിന്റ്. ഇനി അടുത്തത് -1 1 അല്ലേ? അപ്പോൾ -1 +1 ഇവിടെ. അപ്പോൾ നമുക്ക് ഈ പോയിന്റ്. ഇനി 0 കൊടുത്തപ്പോൾ 0, അപ്പോൾ ഇവിടെ 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇത്. ഇനിയോ 1 കൊടുക്കുമ്പോൾ 1 തന്നെ. അപ്പോൾ ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 അല്ലേ? P(x) 1, അപ്പോൾ 1 1 ഈ പോയിന്റ്. ഇനി 2 കൊടുക്കുമ്പോൾ 4, 2 4 ഇവിടെ അല്ലേ? അപ്പോൾ 2 4 ഈ പോയിന്റ്. ഇനി 3 9, ഇതാണ് 3 9 ഇവിടെ അല്ലേ? അപ്പോൾ 3 9 ഈ പോയിന്റ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി ഇതെന്താ ഒരു സ്ട്രേറ്റ് ലൈൻ അല്ല അല്ലേ? നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയിൽ പോളിനോമിയൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരുന്നു, പക്ഷേ ഇവിടെ സ്ട്രേറ്റ് ലൈൻ അല്ല എന്ന് മനസ്സിലായി അല്ലേ? ഇങ്ങനെ ഒരു മാല പോലെയാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം. അപ്പോൾ യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താണ്, ഇത് സ്ട്രേറ്റ് ലൈൻ അല്ല അല്ലേ? അത് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് യോജിപ്പിക്കാതെ ഒരു നമ്മൾ റഫായിട്ട് ഇങ്ങനെ ഒരു ഒഴുക്കൻ രൂപത്തിൽ ഇങ്ങനെ വരയ്ക്കൂലേ, ഫ്രീ ഹാൻഡ് അല്ലേ? അപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചിങ്ങായിട്ട് ഈ പോയിന്റുകളൊന്ന് യോജിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം. നിങ്ങൾ പെൻസിൽ കൊണ്ട് വേണം ചെയ്യാൻ കേട്ടോ. ഞാൻ പെൻസിൽ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവില്ല, തെളിയില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ കമൻസിലിടും ഞങ്ങൾക്കൊന്നും കണ്ടില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഞാനിപ്പോഴേ പേന ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പാണ് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പ് കിട്ടിയത്. ഇതിപ്പോൾ P(x) = x² അല്ലേ എന്ന പോളിനോമിയലിൻ്റെ അത്. ഇനി നമുക്ക് ഇതിനൊന്ന് മാറ്റിയിട്ട് P(x) ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം. P(x) = -x². ഇതിൻ്റെ ഒന്ന് നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ 0 1 എന്നുള്ള വാല്യൂ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ ആദ്യം P(0) എന്ത് വരും? -x² ആണ് അല്ലേ? അതായത് -0². -0² എന്ന് പറഞ്ഞാൽ 0 തന്നെ. ഇനി P(1) = -1² അല്ലേ? അതായത് -1² 1. ഇനി P(2) = ഈ മൈനസാണിത് അല്ലേ? -2² എന്ത് വരും? -2² 4. ഇനി P(3) = -3² -3² 9. നമുക്ക് നെഗറ്റീവ് വാല്യൂ കൊടുത്ത് നോക്കാം. P(-1) എന്ത് വരും? -1² അല്ലേ? -1² 1. അപ്പോൾ -1 കിട്ടി. ഇനി P(-2) എന്ത് വരും? -2² അതായത് -2² 4. അപ്പോൾ നമുക്ക് -4 കിട്ടി. ഇനി വേണമെങ്കിൽ ഒറ്റ കൂടി ചെയ്യാം. P(-3) ഈ നെഗറ്റീവ് അല്ലേ? പിന്നെ -3² -3² 9. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ വാല്യൂകൾ അല്ലേ? അപ്പോൾ ഇതേപോലെ ഇതൊന്ന് നമ്മളൊന്ന് കള്ളിയിൽ വരച്ച് എഴുതിയ. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ കള്ളികൾ വരച്ച് എഴുതി അല്ലേ? അപ്പോൾ നമുക്ക് കൊടുത്ത വാല്യൂകൾ നമുക്ക് P(x)ൻ്റെ വാല്യൂ നമ്മൾ ഇതുപോലെ കള്ളി വരച്ച് എഴുതി. ഇനി നമുക്ക് ആ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, -3ന് -9 കിട്ടി അല്ലേ? അപ്പോൾ -3 എക്സിന് -3 കൊടുക്കുമ്പോൾ -3 ഇവിടെ. P(x) എന്ത് കിട്ടി? -9 അല്ലേ? -9 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞാനിവിടെ 8 വരെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ -9 എന്ന് വിചാരിക്കുക. അപ്പോൾ -9 ഇവിടെ. അപ്പം ഈ പോയിന്റ് വരും. അപ്പോൾ അത് -9. ഇനി -2ന് -4, -2 ഇവിടെ. അപ്പോൾ -4 ഇതേ ഈ പോയിന്റ് അല്ലേ? ഈ പോയിന്റ്. ഇനി -1ന് -1 തന്നെ. -1ന് -1. അപ്പോൾ ഈ പോയിന്റ്. ഇനി 0 0. അപ്പോൾ ഈ പോയിന്റ്. ഇനി 1 -1 1 -1 ഈ പോയിന്റ്. ഇനി 2 4 2 4 എവിടെയാണ്? സോറി -4 -4 അല്ലേ? അപ്പോൾ ഈ പോയിന്റ്. അടുത്തത് 3 -9 3 -9 ഇവിടെയാണ് അല്ലേ? അപ്പോൾ 3 -9. അപ്പോൾ നമുക്ക് ഈ പോയിന്റ്. ഇനി നമ്മൾ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഒഴുക്കൻ രൂപത്തിൽ ഒന്ന് ഇങ്ങനെ വരച്ച. ഇപ്പോൾ നോക്കിയേ,
ഇതേ രൂപത്തിലുള്ള ഫിഗർ തന്നെയാണ് ഗ്രാഫ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത് അല്ലേ. അപ്പോൾ ഇവിടെ ഗ്രാഫിന്റെ ഷേപ്പ് ഒക്കെ ഒന്ന് തന്നെ, പക്ഷെ എന്താണ് തല കുത്തനായിരുന്നുള്ളൂ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നു എന്നല്ലാതെ ഒരേ ഷേപ്പിലാണ് നമുക്കിത് കിട്ടുന്നത് അല്ലേ. അതായത് രണ്ടാം കൃതിയിലുള്ള ഒരു പോളിനോമിയലിന്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ ഇതിങ്ങനെ താന്ന് വരുന്നു അല്ലേ, വന്ന് ഈ പോയിന്റിലെത്തി, ഏറ്റവും മിനിമത്തിലെത്തി, അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉയർന്ന് ഇങ്ങനെ പോകുന്നു അല്ലേ. ഇനി ഈ ഗ്രാഫോ വളരെ താഴ്ത്തുനിന്നാണ് തുടങ്ങുന്നത് അല്ലേ, തുടങ്ങിയിട്ട് ഇതെങ്ങനെ പൊങ്ങി വരുന്നു, വന്ന് വാല്യൂ കൂടി മാക്സിമം വാല്യൂ ഇവിടെ എത്തുമ്പോൾ എത്തി അല്ലേ, 0 എത്തിയപ്പോൾ മാക്സിമം വാല്യൂ കിട്ടി, അതിനുശേഷം വീണ്ടും കുറഞ്ഞിങ്ങനെ വരുന്നു. അതായത് പി ഓഫ് എക്സിന്റെ വാല്യൂ ഒന്നുകിൽ മുകളിൽ നിന്ന്, അതായത് വലിയ വാല്യൂവിൽ നിന്ന് ചെറുതായി വന്ന് ഏറ്റവും മിനിമത്തിലെത്തുന്നു, അതിനുശേഷം വീണ്ടും ഉയർന്നു പോകുന്നു അല്ലേ. അതല്ലെങ്കിലോ ഏറ്റവും താഴത്ത് നിന്ന് അതിൻ്റെ പി ഓഫ് എക്സിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം, ഇവിടെ നോക്കിയാൽ -9 അല്ലേ, അപ്പം -9 നിന്ന് ഇങ്ങനെ കയറി വന്ന് 0 വരെ എത്തി, 0 എത്തിക്കഴിഞ്ഞപ്പോൾ മുമ്പ് വീണ്ടും തലകുത്തി മറിഞ്ഞു, വീണ്ടും കുറഞ്ഞു പോകുന്നു. അപ്പം ഇതാണ് ഈ ഗ്രാഫിൻ്റെ സ്വഭാവം. അപ്പം ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അതായത് രണ്ടാം കൃതി പോളിനോമിയലിൻ്റെ ഗ്രാഫിൻ്റെ ആകൃതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ